മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയും തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മഹാലക്ഷ്മി പറയുന്നുണ്ട് പ്രതാപൻ്റെ അടുത്ത് പോയിട്ടോ, നിങ്ങളാണ് എന്നെയും എൻ്റെ കണ്ണേട്ടനെയും കൊല്ലാൻ ശ്രമിച്ചെന്നുള്ളൊരു കാര്യം ഞാൻ പോലീസിനോട് എന്തായാലും അറിയിച്ചിരിക്കും, കണ്ണേട്ടനോടും ഞാനിത് പറഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതാപനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ മഹാലക്ഷ്മിയും ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുകയാണല്ലേ കൂട്ടുകാരെ. നമ്മുടെ പ്രതാപൻ ഇതൊക്കെ കേട്ട് വല്ലാതെയായിട്ട് നമ്മുടെ കണ്ണൻ്റെ അച്ഛനോട് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അതെ ഇപ്പം ആണെങ്കിൽ അവൻ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്. ആ കണ്ണനാണെങ്കിൽ അവനെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. എന്നാലും അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ ചില നേരത്ത് എനിക്ക് അവനെ അങ്ങ് കൊന്നാലോ എന്ന് വരെ തോന്നാറുണ്ടെന്നൊക്കെ നമ്മുടെ കണ്ണൻ്റെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ്റെ അടുത്താണെങ്കിൽ. പ്രതാപനും പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്, അങ്ങ് കൊന്നാലോ, അവൻ ആ വൈദ്യൻ്റെ അടുത്ത് എത്തിയാൽ പിന്നെ നമുക്ക് അവനെ പിടിച്ചാൽ കിട്ടത്തില്ല. അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് എന്തായാലും എഴുന്നേറ്റ് വരും, അതുകൊണ്ട് അതെന്തായാലും മുടക്കിയിരിക്കണം വാമദേവ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പ്രതാപനാണെങ്കിൽ. അങ്ങനെ നമ്മുടെ വാമദേവൻ മേഘനാഥനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവതരിപ്പിക്കുമ്പോഴേക്കും മേഘനാഥൻ ആൾക്കാരെയും കൊണ്ട് പറയുന്നുണ്ട്, ഇന്നേക്ക് 2 സമയം ഞാൻ നിങ്ങൾക്ക് തരും, അപ്പോഴേക്കും കണ്ണൻ്റെ കഥ നിങ്ങൾ തീർത്തിരിക്കണം, കണ്ണൻ ആ വൈദ്യൻ്റെ അടുത്ത് ഒരിക്കലും എത്താൻ പാടില്ല എന്നൊക്കെ മേഘനാഥൻ ഗുണ്ടകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ഗുണ്ടകളും നീങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കണ്ണന് ആപത്ത് വരുമോ, കണ്ണൻ അതിൽ നിന്ന് രക്ഷപ്പെടുമോ, നമ്മുടെ സ്വാമി എത്തുമോ എന്നൊന്നും നമുക്കറിയില്ല അല്ലേ കൂട്ടുകാരെ. അപ്പം മറ്റൊരു പ്രമോയിട്ട് കാണാം. അപ്പോൾ